ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 58-ാം വാക്യം. നീ നിന്റെ ശത്രുവിനോടുകൂടി അധികാരിയുടെ അടുക്കലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായിട്ട് രമ്യതപ്പെട്ടുകൊള്ളുക. ഈശോ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അനുരഞ്ജനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നിനക്ക് ഒരിക്കലും ഒരു ശത്രുവും ഉണ്ടാവരുത്. എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാ വചനത്തില് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ പോലും ആർക്കേലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ പോലും നീ ബലിവസ്തു അവിടെ വെക്കണം, പോയി രമ്യതപ്പെടണം, പോയി സ്നേഹിക്കണം, അവനോട് ക്ഷമിച്ചിട്ട് വന്ന് ബലിയർപ്പിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആദ്യത്തെ പാട്ട് തന്നെ എന്താണ്? അനുരഞ്ജിതരായി തീർന്നിടാം. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തില് എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുകയുള്ളൂ. പലപ്പോഴും ഇന്ന് നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒത്തിരിയേറെ ശത്രുത നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ തിങ്ങി നിറച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ പേരോട് വിരോധമാണ്, ഇഷ്ടംപോലെ പേരോട് പകയുണ്ട്. ഈ പകയും ഈ വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ സ്നേഹമുള്ളവരെ ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട് കേട്ടോ, നീ എല്ലാവരെയും സ്നേഹിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് മുമ്പിൽ വിലയുണ്ടാവും. അതുകൊണ്ടാണ് അധികാരിയുടെ അടുക്കലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെടാനായിട്ട് പറ്റുന്നത്. നിന്റെ മനസ്സിൽ ആരോടും വിദ്വേഷം ഉണ്ടാവരുത്. നീ എല്ലാവരെയും സ്നേഹിക്കേ. നമുക്ക് ഏറ്റവും നല്ല ഒരു മാതൃക എന്ന് പറയുന്നത് ആരാ? എൻ്റെ ഈശോയാ അല്ലേ. ഈശോ എന്താണ് ചെയ്തത്? അവൻ പഠിപ്പിച്ചു എല്ലാവരെയും സ്നേഹിക്കണമെന്ന്. പഠിപ്പിച്ച് വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്ന് മാത്രമായിരുന്നില്ല ഇത്. അവൻ എന്താ ചെയ്തത്? അവൻ തന്റെ ജീവിതത്തില് ഇത് ചെയ്ത് കാണിച്ചു തന്നു. ശത്രുക്കളെ സ്നേഹിക്കുന്നത് കാണുന്നുണ്ട് അല്ലെ. കുരിശിൽ കിടന്നുകൊണ്ട് പോലും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുക, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമല്ലേ. എന്തേലും ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്നോട് നോ പറയുന്നവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഒരു കുറവ് എന്നോട് വ്യക്തിപരമായിട്ട് ചൂണ്ടിക്കാണിച്ചാല് പിന്നെ അവൻ എൻ്റെ ശത്രുവാ. ഈ ഒരു മനോഭാവം നമ്മുടെയൊക്കെ മനസ്സിലുള്ളപ്പോൾ ഈശോ ചെയ്ത ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അതുകൊണ്ടാണ് ഈ ക്ഷമിക്കുക, സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അതൊരിക്കലും എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സ്നേഹമുള്ളവരെ, ഇത് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടി നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന മുഖം പലപ്പോഴും എൻ്റെ ശത്രുക്കളുടേതായിരിക്കും അല്ലേ. അവരെ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ പള്ളിയിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ കണ്ടാൽ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രാർത്ഥനയോടുള്ള മൂടൊക്കെ പോയിട്ട് പിന്നെ ഭയങ്കര അസ്വസ്ഥതയാണ്. അവരെ കാണുമ്പോൾ മനസ്സിന്റെ ഉള്ളിലുള്ള സന്തോഷം നഷ്ടപ്പെട്ട് നീറി ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. അവരെ കാണാതെ മുഖം തിരിച്ച് കടന്നു പോകാനായിട്ട് നമ്മളൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെ ജീവിക്കേണ്ട. എന്തിനാ ഇങ്ങനെയേറെ നീറി ജീവിക്കുക? അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിന്റെ മനസ്സ് ശാന്തമാവട്ടെ, നീ ക്ഷമിക്കേ. ശത്രുവിനോട് ക്ഷമിക്കാനായിട്ട് പറ്റണം. മറ്റുള്ളവർ നമ്മളെ തിരുത്തുമ്പോൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് പറ്റണം. എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. വാക്കുകളിൽ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര പ്രയാസമാണ്. നമ്മൾ അവരെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാല് നമുക്കൊരിക്കലും ആരോടും ഒരു ശത്രുതയും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, എല്ലാവരോടും ക്ഷമിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട്, സന്തോഷത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.